ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഓൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫോർത്ത് ലെസണാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ദ ഹൗണ്ട് ഓഫ് ബാസ്കർവിൽ, റിട്ടൺ ബൈ സർ ആർതർ കോണൻ ഡോയൽ. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഷെർലക് ഹോംസ് അല്ലേ? ഷെർലക് ഹോംസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് about a supernatural beast, and we have gone through the palace behind the moor. ആ പാലസിനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആ പാലസിലുള്ള മെയിൽ ജെൻഡറിന് കിട്ടിയ കേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? ആൻഡ് 1640 വാട്ട് ഹാപ്പൻ ടു സർ ഹ്യൂഗോ ബാസ്കർവിൽ ആൻഡ് ഹൗ ഹി ഡൈഡ്, അതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സോ എന്താണ് നമ്മുടെ മെയിൻ സ്റ്റോറി എന്നതിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ പാരഗ്രാഫ്. 100 years went by. The most recent occupant of Baskerville Hall, Sir Charles Baskerville, had died suddenly 3 months earlier. Sir Charles was a sensible man, but he had believed in the Baskerville curse. One night he had gone for a walk along the drive leading to Baskerville Hall. By midnight, Barrymore, the butler, was worried that Sir Charles had not returned and went to look for him. Barrymore followed Sir Charles' footprints to far end of the avenue, where he found his master's body. He immediately sent for Dr. Mortimer, who was Sir Charles' physician and friend. Mortimer saw that Sir Charles' face was twisted in a terrible expression, while his footprints suggested that he had been running away from something, running for his life. The doctor discovered another set of enormous footprints near the body. To his horror, he realized they were the footprints of a huge hound. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് കൊണ്ടൊക്കെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? സോ ആ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർ ഹ്യൂഗോ ബാസ്കർവിൽ അല്ലേ? അദ്ദേഹത്തിന് പറ്റിയ ഡെത്തിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. ഒരു ബിഗ് ഹൗണ്ട് വാസ് സ്റ്റാൻഡിങ് നിയർ ഹിം അല്ലേ? അങ്ങനെ എല്ലാവരും പേടിച്ചോടുന്നു. അതിനുശേഷം 100 വർഷങ്ങൾ കടന്നു. 100 വർഷങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ നമ്മുടെ ബാസ്കർവിലിൻ്റെ അവകാശിയായിരുന്നു സർ ചാൾസ്. ഓക്കെ, ബാസ്കർവിൽ ഹാളിൻ്റെ നെക്സ്റ്റ് അവകാശിയായിരുന്നു നമ്മുടെ ചാൾസ് ബാസ്കർവിൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് 3 മാസം മുമ്പ് അദ്ദേഹവും മരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു മരണമാണ്. സർ ചാൾസ് വാസ് എ സെൻസിബിൾ മാൻ. അദ്ദേഹം ഒരു കൈൻഡ് മാൻ ആയിരുന്നു, നല്ല സെൻസിബിൾ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം ഹി വെൻറ്റ് ഫോർ എ വാക്ക് ആൻഡ് ബൈ ദ വേ ബാക്ക് ടു ബാസ്കർവിൽ ഹാൾ he was not returned. അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് ബാരിമോർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെർവൻറ്റ് അദ്ദേഹത്തെ കാണാണ്ട് വിഷമിച്ച് അദ്ദേഹത്തെ തിരക്കി ഇറങ്ങുന്നു. അങ്ങനെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കാണുന്നു. ഉടനെ തന്നെ നമ്മുടെ സർ ചാൾസിൻ്റെ ഫ്രണ്ടും അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യനുമായിരുന്ന ഡോക്ടർ മോർട്ടിമറിനെ വിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കുമ്പോൾ സർ ചാൾസിൻ്റെ ഫേസ് വാസ് ട്വിസ്റ്റഡ്. അദ്ദേഹത്തിൻ്റെ മുഖം വളരെ തിരിഞ്ഞ് വളഞ്ഞ് വളരെ വിരൂപമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എന്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കാൽപ്പാടുകളും അദ്ദേഹത്തിന് കാണാൻ പറ്റി. വളരെ വലിയ ഭീകരമായ ഒരു ജീവിയുടെ കാൽപ്പാടും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടിൻ്റെ അടുത്ത് തന്നെ കാണാനും സാധിച്ചു. അപ്പോൾ മനസ്സിലായി ദാറ്റ് വാസ് ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് ദി ഹ്യൂജ് ഹൗണ്ട്. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് സർ ഹ്യൂഗോയെ കൊന്ന അതേപോലെ ഒരു ജീവിയുടെ കാൽപ്പാടുകളാണ് ഇവിടെയും കാണാൻ സാധിച്ചത് എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ സർ ചാൾസ് മരിക്കുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ ദി നെക്സ്റ്റ് പാരഗ്രാഫ്. The sudden death of Sir Charles Baskerville caused great sadness in the county. He was a friendly and generous man who gave freely to the poor. His nephew and the only non-heir, Sir Henry Baskerville, was asked to claim his inheritance and take his uncle's place. However, the ghastly threat of the bloodthirsty hound constantly hung over the family, and Dr. Mortimer feared for Sir Henry's life. He approached the famous detective Sherlock Holmes from London for help to solve the horrific mystery. അപ്പോൾ സർ ചാൾസ് ഡെത്ത് കോസ് സാഡ്നെസ് ഇൻ എവറി പീപ്പിൾസ് മൈൻഡ്. സർ ചാൾസ് എന്ന് പറയുന്ന ബാസ്കർവില്ലയുടെ അവിടുത്തെ ഭരിച്ചിരുന്ന ചാൾസ് ബാസ്കർവിൽ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പാവങ്ങളെയൊക്കെ സഹായിച്ചിരുന്നു. അദ്ദേഹം വളരെ കൈൻഡായിരുന്നു. അപ്പോൾ അദ്ദേഹവും കൂടി ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ എല്ലാവർക്കും അതൊരു സങ്കടമായി. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര പേടിയായി.
അപ്പോൾ അതിനുശേഷം സർ ചാൾസിൻ്റെ മരണത്തിന് ശേഷം അടുത്ത അവകാശി നെക്സ്റ്റ് ഹെയർ ആരായിരുന്നു? സർ ഹെൻറി ബാസ്കർവിൽ. ഓക്കെ, സർ ഹെൻറി ബാസ്കർവിൽ ആയിരുന്നു അടുത്ത അവകാശി. അപ്പോൾ അദ്ദേഹം അക്വയർഡ് ദി ഇൻഹെറിറ്റൻസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഹി വാസ് ദി നെഫ്യൂ ഓഫ് സർ ചാൾസ്. അപ്പോൾ സർ ഹെൻറിയുടെ സർ ചാൾസിൻ്റെ നെഫ്യൂ ആണ് സർ ഹെൻറി. അപ്പോൾ സർ ഹെൻറി അവിടെ സ്ഥാനമേൽക്കുന്നു. കാരണം സർ ചാൾസ് മരിച്ചു പോയല്ലോ. പക്ഷേ അപ്പോഴും ഈ ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ടുള്ള, വളരെ ക്രൂവലായിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള, ചോര കുടിക്കുന്ന ഈ വലിയ വേട്ടപ്പട്ടിയുടെ അല്ലെങ്കിൽ ഈ സൂപ്പർ നാച്ചുറൽ ബീസ്റ്റിൻ്റെ കാര്യം അതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയുന്നില്ല. അപ്പോൾ ഇനി സർ ഹെൻറി, അടുത്ത അവകാശി സർ ഹെൻറി ആണല്ലോ. അപ്പോൾ അദ്ദേഹവും മരണപ്പെടും എന്ന് പേടിയുള്ളത് കൊണ്ട് ഡോക്ടർ മോട്ടിമർ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സർ ചാൾസിൻ്റെ ഫ്രണ്ടായ ഡോക്ടർ മോട്ടിമർ എന്ത് ചെയ്യുന്നു? വളരെ ഫേമസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ആയ ഷെർലക് ഹോംസിനെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ഈ കേസ് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു. അങ്ങനെയാണ് ഷെർലക് ഹോംസ് ഈ കഥയിലേക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ 3 ആൾക്കാരുടെ കാര്യമാണ്. ആദ്യം സർ ഹ്യൂഗോ ആയിരുന്നു. അദ്ദേഹം വളരെ ക്രൂവലായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം സർ ചാൾസ്, അദ്ദേഹമായിരുന്നു ഹെഡ്. അദ്ദേഹവും മരണപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നെഫ്യൂ സർ ഹെൻറി അവിടുത്തെ ബാസ്കർവിലിൻ്റെ അവകാശിയാവുന്നു. അപ്പോൾ അദ്ദേഹവും മരണപ്പെടും എന്ന് പേടിയുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ മോട്ടിമർ, അവിടുത്തെ ഫാമിലി ഡോക്ടറാണ്, ഡോക്ടർ മോട്ടിമറാണ് ഷെർലക് ഹോംസിനെ ഇവിടേക്ക് വരുത്തുന്നത്. ഷെർലക് ഹോംസ് was always pleased to take up cases that interested him. Having heard all the details, he asked his friend Dr. Watson to go to Devonshire when Sir Henry arrived, stay with him at Baskerville Hall and record all the suspicious activities. അപ്പോൾ ഷെർലക് ഹോംസ് ഓൾവേസ് പ്ലീസ് ടു ടേക്ക് കേസസ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള കേസൊക്കെ അന്വേഷിക്കാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള ഒരാളാണ്. കാരണം ഷെർലക് ഹോംസ് ഈസ് വെരി ഇൻ്റലിജൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉള്ളൊരു ഫ്രണ്ടാണ് ഡോക്ടർ വാട്സൺ. അപ്പോൾ ഷെർലക് ഹോംസ് ഡോക്ടർ വാട്സണുമായിട്ട് പോയിട്ട് എന്ത് തീരുമാനിക്കുന്നു? ബാസ്കർവില്ലയിൽ, സർ ഹെൻറിയുടെ കൂടെ പോയി ബാസ്കർവില്ലയിൽ താമസിച്ച് ആ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്താ സംശയകരമായ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ പോയി അവിടെ താമസിക്കുന്നു. Much to Watson's distress, strange events began to take place around Baskerville Hall. Often a long, low cry, very deep and mournful, would come over the moor, swelling into a deep roar, filling the air, then dying away. The peasants said it was the hound calling for its prey. അപ്പോൾ ഡോക്ടർ വാട്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു പേടിയും സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേടി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ഈ ബാസ്കർവിൽ ഹാളിൽ താമസിക്കുമ്പോൾ പല കാര്യങ്ങളും ഇവർ വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അതായത് രാത്രി കാലങ്ങളിൽ വളരെ ഉറക്കെയുള്ള, വളരെ ഭീകരമായ കരച്ചിലുകളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള കർഷകരൊക്കെ പറയുമായിരുന്നു, അത് മറ്റേ ആ അനിമലാണ്, ആ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഒരു ഭീകര ജീവിയാണ്, അവരെയൊക്കെ കൊന്നില്ലേ ആ ജീവിയാണ്. അപ്പോൾ അത് ഇരയെ തേടി ഇങ്ങനെ പോകുമ്പോൾ കരയുന്നതാണ് എന്ന് അവിടുത്തെ പെസൻസ് ഒക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ another time Miss Stapleton, who lived close by with her brother, stopped Watson. Go straight back to London immediately and never come near the moor again. Stay away from my brother, she said in a nervous voice. She had mistaken Watson for Sir Henry, for whom the warning was obviously meant. അങ്ങനെ ഒരു ദിവസം വാട്സൺ ഇങ്ങനെ പുറത്തേക്ക് പോയി. അപ്പോൾ ഷെർലക് ഹോംസ് തൻ്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ്. വാട്സൺ ഒരു ദിവസം പുറത്തേക്കിറങ്ങി നടന്നു പോകുന്ന വഴിക്ക് ബാസ്കർവിൽ പാലസിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു വീട്ടിൽ അവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, മിസ് സ്റ്റേപ്പിൾട്ടൺ, അങ്ങനെയാണ് അവരുടെ പേര്. അപ്പോൾ അവരുടെ ബ്രദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവർ ഓടി വന്ന് വാട്സണെ നോക്കി പറഞ്ഞു, തിരിച്ചു പൊക്കോ, ഗോ ബാക്ക് സ്ട്രേറ്റ് ടു ലണ്ടൻ, നീ തിരിച്ചു പൊക്കോ, ഇനി മേലാൽ ഇവിടെ വരരുത്, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വരരുത്, എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്നും ദൂരെ നിൽക്കണം എന്ന് വാൺ ചെയ്യുകയാണ്. ആക്ച്വലി ഇവർ വാൺ ചെയ്യുന്നത് സർ ഹെൻറിയാണ്, അതായത് ഡോക്ടർ വാട്സണെ അവർ നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഡോക്ടർ വാട്സണെ സർ ഹെൻറി അവിടുത്തെ അവകാശിയാണെന്ന് തെറ്റിദ്ധരിച്ച്, സർ ഹെൻറി ആണെന്ന് തെറ്റിദ്ധരിച്ച്
അയാളോട് പറയുകയാണ്. അപ്പം ഡോക്ടർ വാട്സൺ ഇത് മനസ്സിലായി. പക്ഷേ മിസ് സ്റ്റേപ്പിൾട്ടൺ ഡോക്ടർ വാട്സണെ ആരായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്? സർ ഹെൻറി ആണെന്ന് വിചാരിച്ച് അവനോട് പറയാണ്, തിരിച്ചു പോകണം, എൻ്റെ അനിയൻ്റെ അടുത്തെങ്ങാനും വരരുത്, അവനെ അപകടത്തിലാവരുത് എന്ന് പറയാണ്. കാരണം എന്താണ്? ബിക്കോസ് ആ ബാസ്കർവിൽ പാലസിലെ എല്ലാ പുരുഷന്മാർക്കും അപകട മരണം ഉറപ്പാണ്. അപ്പോൾ ഇവരുടെ ബ്രദറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, ബ്രദറുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബ്രദറും അപകടത്തിലാവും എന്നൊരു പേടി കൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ അവർ സർ ഹെൻറിയോടാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ആൾ മാറിപ്പോയി. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഓടിപ്പോയി. അപ്പോൾ വാട്സണ് മനസ്സിലായി ഇത് സാർ ഹെൻറിയോടാണ് ഇവർ പറഞ്ഞത്, കുഴപ്പമില്ല, അവർക്ക് ആൾ മാറിയതാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. How Watson wished that Holmes would join him. Barrymore told him that there was a man hiding on the moor. He was living in one of the old stone huts. Watson suspected that he was Sir Charles' murderer and decided to confront the dangerous enemy. Imagine his utter surprise and pleasure when he found the mystery man to be none other than Holmes himself. അപ്പോൾ ആദ്യം അവിടേക്ക് വന്നത് ഡോക്ടർ വാട്സൺ ആണ്. ആദ്യം അവിടെ എത്തുന്നത്, അവിടെ അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത്. ഷെർലക് ഹോംസ് എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാട്സൺ ഈ ബാസ്കർവിൽ പാലസിൽ താമസിക്കുന്നുണ്ട്, അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഷെർലക് ഹോംസ് വരുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെയാണ് ബാസ്കർവിൽ പാലസിൽ വന്ന് അന്വേഷണം നടത്തിയിരുന്നത്. അപ്പം കുറച്ച് നാൾ ഷെർലക് ഹോംസ് അവിടെ ഇല്ലായിരുന്നു, വാട്സൺ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ വാട്സൺ ഒറ്റയ്ക്കാണ് അവിടെ വെളിയിൽ ഇറങ്ങി പോവുകയും അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം ബാരിമോർ വന്നിട്ട് പറഞ്ഞു, അവിടെ ആ പാലസിനടുത്ത് ഒരു മനുഷ്യൻ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്, അവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ട്, ആ മൂറിൽ, ആ ഫോറസ്റ്റിൽ ഒളിച്ച് താമസിക്കുന്നുണ്ട്, ഒരു കല്ലുകൊണ്ടുള്ള വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ അയാളായിരിക്കും മിക്കവാറും, പുതിയതായിട്ട് വന്ന ആളല്ലേ, അപ്പോൾ അയാൾ എന്തിനാണ് ഇവിടെ വന്നത്, അപ്പോൾ അയാളായിരിക്കും ചാൾസിനെ കൊന്നത്, അപ്പോൾ അയാൾ ആരാണെന്നൊന്ന് അന്വേഷിക്കാമോ എന്ന് പറയുന്നു. അപ്പോൾ വാട്സൺ സംശയിച്ചു, ശരിയായിരിക്കും, അയാളായിരിക്കും ചാൾസിനെ കൊന്നത്, മേ ബി ഹീ വിൽ ബി ദി മർഡറർ. അങ്ങനെ അദ്ദേഹത്തെ ഹി ഡിസൈഡഡ് ടു കൺഫ്രണ്ട് മീൻസ് ടു ഫേസ് സംവൺ, ടു ഫേസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അദ്ദേഹത്തെ പോയി നേരിട്ട് കാണാം, അപ്പോൾ അവനായിരിക്കും കൊന്നത് എന്ന് വിചാരിച്ച് വാട്സൺ അവിടെ പോവാണ്. ബട്ട് ടു ഹിസ് സർപ്രൈസ് വെൻ ഹി റീച്ച് ദെയർ, അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്താണ് കാണാൻ സാധിച്ചത്? ഷെർലക് ഹോംസ് തന്നെ ആയിരുന്നു. ഷെർലക് ഹോംസ് ആണ് അവിടെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒളിച്ച് താമസിക്കുന്നതാണ്. പക്ഷെ അതാർക്കും അറിയില്ലായിരുന്നു. വാട്സൺ പോയി നോക്കിയപ്പം പെട്ടെന്ന് സർപ്രൈസായി, ഓ നീ തന്നെ ആയിരുന്നോ, ഷെർലക് ഹോംസ് തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. The clever detective had been hiding on the moor all the time. He informed Watson that Stapleton was not just a neighbor. He bore a mysterious resemblance to Sir Hugo's portrait and was, in fact, the son of Roger Baskerville, who was Sir Charles' wayward younger brother. Stapleton had forced his wife to live under the guise of his sister and planned to use her to do away with Sir Charles and Sir Henry. After their death, he would inherit the Baskerville lands and fortune. It was Stapleton who was the cunning murderer. Now they had to hatch a plot to trap him. സോ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഷെർലക് ഹോംസ് അവിടെ ഒളിച്ച് താമസിച്ചിരുന്നത്? വാട്സണോടൊപ്പം ഷെർലക് ഹോംസും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ ക്ലെവർ ഡിറ്റക്റ്റീവിന് എന്ത് മനസ്സിലായി? ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മിസ് സ്റ്റേപ്പിൾട്ടൺ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇടയ്ക്ക് വന്നിരുന്നു, തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ബ്രദറുണ്ട്, അവർ ബ്രദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നാണ്. പക്ഷേ ശരിക്കും അത് ബ്രദർ അല്ലായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് സ്റ്റേപ്പിൾട്ടൺ ആണ്. ഇനി ആരാണ് സ്റ്റേപ്പിൾട്ടൺ? സ്റ്റേപ്പിൾട്ടൺ ഈസ് ദ സൺ ഓഫ് റോജർ ബാസ്കർവിൽ. അതായത് ഈ ഷെർലക് ഹോംസിന് സ്റ്റേപ്പിൾട്ടണിനെ കണ്ടപ്പോൾ തന്നെ അപ്പം അവിടെ ഫാമിലിയിലൊക്കെ ബാസ്കർവിൽ പാലസിലൊക്കെ പോയായിരുന്നല്ലോ. അപ്പോൾ സ്റ്റേപ്പിൾട്ടണിനെ കണ്ടപ്പോൾ ഹി ഫെൽറ്റ് എ റിസംബ്ലൻസ്, അവൻ്റെ മുഖച്ഛായ ഒരു തോന്നി. ആരുമായിട്ട്? അതായത് സർ ഹ്യൂഗോവുമായി. 100 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സർ ഹ്യൂഗോയുടെ മുഖച്ഛായയുമായിട്ട് ഒരു സാമ്യം തോന്നി. അപ്പോൾ കുറച്ചും കൂടി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ ആരുടെ മകനാണ്? റോജർ ബാസ്കർവിൽ. അതായത് നേരത്തെ മരിച്ചുപോയ സർ ചാൾസിൻ്റെ വേവാർഡ് എന്ന് പറഞ്ഞാൽ തോന്നിവാസിയായ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് നടന്ന് കുടുംബത്തിൻ്റെ സ്വത്തൊക്കെ കട്ടുമുടിച്ച ഒരു സഹോദരനുണ്ടായിരുന്നു സർ ചാൾസിന്. അതാണ് റോജർ ബാസ്കർവിൽ. അവനെ പുറത്താക്കിയതാണ്. നമുക്കറിയാം, പുറത്താക്കിയാൽ പാലസിൻ്റെ അവകാശങ്ങളോ സ്വത്തുക്കളോ ഒന്നും കിട്ടില്ല. സോ അങ്ങനെ പുറത്താക്കപ്പെട്ട റോജർ ബാസ്കർവിലിൻ്റെ മകനാണ് സ്റ്റേപ്പിൾട്ടൺ. അപ്പോൾ എന്താണ്,
തൻ്റെ ഭാര്യയെ പറഞ്ഞു വിടുന്നു. അതായത് അണ്ടർ ദ ഗൈസ് മീൻസ് തെറ്റിദ്ധരിപ്പിക്കുക, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ സ്വന്തം ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ മതി മറ്റുള്ളവരോട് എന്ന് പറഞ്ഞിട്ട് നീ പുറത്തൊക്കെ പോയി അന്വേഷിക്കാനൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേപ്പിൾട്ടണിൻ്റെ പെങ്ങളാണെന്ന് കള്ളം പറഞ്ഞിട്ട് ഈ ഭാര്യയാണ് എല്ലാവരെയും പറ്റി അന്വേഷിക്കാനൊക്കെ പോകുന്നത്. അതാണ് മിസ് സ്റ്റേപ്പിൾട്ടൺ. ഓക്കെ, അപ്പോൾ അവരാണ് പോയി പറയുന്നത്, കണ്ടോ ഇവിടം വിട്ട് പൊക്കോ എന്നൊക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു സെക്യൂർ ദി വെൽത്ത്, ദ ഫോർച്യൂൺ. ആ ബാസ്കർവിൽ പാലസും അതിൻ്റെ സ്വത്തുക്കളും ഒക്കെ തട്ടിയെടുക്കാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. കാരണം പുറത്താക്കിയതല്ലേ, അപ്പോൾ സ്വത്തുക്കൾ കിട്ടില്ലല്ലോ. അപ്പോൾ ആ വാശിക്ക് ആ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഒളിച്ച് നടന്ന് പെങ്ങളാണെന്നും പറഞ്ഞ് ജീവിക്കുന്നതും അങ്ങനെ ഒളിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷെർലക് ഹോംസിന് മനസ്സിലായി, ഹീ ഈസ് ദ മർഡർ. അപ്പോൾ ഇവനായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് ഷെർലക് ഹോംസിന് തോന്നുന്നു. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ അപ്പോഴും ഒരു ചോദ്യമുണ്ട്, ആ ഹൗണ്ട്, ആ ഭീകര ജീവി എങ്ങനെ വന്നു, ആ ജീവി എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് മനസ്സിലാവും ഷെർലക് ഹോംസ് പ്ലാനൊക്കെ ചെയ്യാൻ തുടങ്ങി, അവരെ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. യു ഹാവ് ടു റീഡ് വെരി വെൽ. ഓക്കെ, നമ്മളെവിടെയാണ് തുടങ്ങിയത്? സർ ചാൾസിലാണ് തുടങ്ങിയത് അല്ലേ? അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിനകത്ത് പറയുന്നുണ്ട്, നന്നായിട്ട് വായിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഓക്കെ, ആദ്യം സർ ഹ്യൂഗോ ആയിരുന്നു, അദ്ദേഹം മരിച്ചു പോകുന്നു. 100 വർഷങ്ങൾക്ക് ശേഷം സർ ചാൾസ് അവിടെ അവകാശിയാവുന്നു, പക്ഷെ അദ്ദേഹവും മരണപ്പെടുന്നു. അതിനുശേഷം സർ ഹെൻറി അധികാരത്തിൽ വരുന്നു. അപ്പോഴാണ് ഷെർലക് ഹോംസ് അവിടെ അന്വേഷണത്തിന് വരുന്നത്. അദ്ദേഹം കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി എന്താണ് സംഭവം എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വരുന്നു. അപ്പോൾ അതാ അവർക്ക് ഒരു കണ്ടെത്തലുകൾ അവർ നടത്തുന്നു. അതായത് തൊട്ടടുത്ത വീട്ടിൽ സ്റ്റേപ്പിൾട്ടൺ എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. അത് പണ്ട് അവിടെ നിറക്കി വിട്ട സർ ചാൾസിൻ്റെ സഹോദരനായ റോജർ ബാസ്കർവില്ലിൻ്റെ മകനാണ്. അപ്പോൾ അവൻ തൻ്റെ ഭാര്യയെ പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമൊക്കെ പറഞ്ഞ് അവിടെ തട്ടിക്കൂടി ഒളിച്ച് താമസിക്കുവാണ്. എന്തിനാണ്? ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് അവനാണെന്നുള്ളൊരു തോന്നൽ ഷെർലക് ഹോംസിന് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ അവനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു, അവനെ പിടിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ ദ സ്റ്റോറി. അപ്പം വി ഹാവ് ടു റീഡ് ദ സ്റ്റോറി വെരി വെൽ. ഓക്കെ, നന്നായിട്ട് വായിക്കുക, ഡൗട്ടുള്ള വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സീ യു, ബൈ.